നമസ്കാരം. ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലുദിച്ച ഒരു ചെറിയ സംശയം ഈ ലോകത്തെ തന്നെ മാറ്റിമറിച്ചതിന്റെ കഥയാണിത്. അതുവരെ നമ്മൾ ചിന്തിച്ചിരുന്ന രീതികളെയെല്ലാം മാറ്റിമറിച്ച ഗലീലിയോ എന്ന വലിയ മനുഷ്യന്റെ യാത്രയുടെ തുടക്കത്തിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ഗലീലിയോയുടെ തന്നെ ഒരു വാചകം കൊണ്ടു തുടങ്ങാം. ഈ വാക്കുകളിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് തന്നെയുണ്ട്, അല്ലേ? പ്രപഞ്ചത്തോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത കൗതുകം മുഴുവൻ ഇതിൽ കാണാം. അപ്പോ നമ്മുടെ കഥ തുടങ്ങുന്നത് ഏകദേശം ഒരു 400 വർഷം മുൻപാണ്, ഇറ്റലിയിൽ. പക്ഷേ ഇത് തുടങ്ങുന്നത് പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞനിൽ നിന്നല്ല, മറിച്ച് ഒരു കുന്നിൻ മുകളിൽ നിന്ന 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ നിന്നാണ്. ആ കുട്ടി ഒരു ദിവസം ഒരു മല കയറുമ്പോൾ ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധിച്ചു. അവൻ മുകളിലേക്ക് പോകുമ്പോൾ ആകാശത്തുള്ള ചന്ദ്രനും അവന്റെ കൂടെ മുകളിലേക്ക് വരുന്നു. അവൻ താഴോട്ടിറങ്ങുമ്പോൾ ചന്ദ്രനും കൂടെ താഴേക്ക് വരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വന്നു. ശരിക്കും ഈ ചന്ദ്രൻ എന്റെ കൂടെ തന്നെയാണോ വരുന്നത്, അതോ എന്റെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ഒരു ലളിതമായ ചോദ്യത്തിലാണ് എല്ലാം തുടങ്ങിയത്. ഇവിടെയാണ് ആ കുട്ടി, അതായത് നമ്മുടെ ഗലീലിയോ, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്. സ്വന്തം കണ്ണ് കാണുന്നതുപോലും ഒരു തെളിവില്ലാതെ വിശ്വസിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തോന്നലല്ല, തെളിവാണ് വേണ്ടത്. അപ്പോൾ തന്റെ തോന്നൽ ശരിയാണോ എന്ന് പരിശോധിക്കാൻ അവനൊരു പരീക്ഷണം നടത്തി. അവൻ തന്നെ ഒരു കൂട്ടുകാരനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ മലമുകളിലേക്ക് കയറ്, ഞാൻ താഴേക്കിറങ്ങാം. ചന്ദ്രൻ ആരുടെ കൂടെയാണ് വരുന്നതെന്ന് നോക്കാം. അങ്ങനെ അവൻ തന്റെ ആദ്യത്തെ വലിയ സത്യം കണ്ടെത്തി. ചന്ദ്രൻ ഒരിടത്തും പോകുന്നില്ല, അത് അവിടെ തന്നെയുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ അത് കൂടെ വരുന്നതായി തോന്നുന്നത് വെറുമൊരു കാഴ്ചയുടെ തന്ത്രം മാത്രമാണ്. അതായത് നമ്മുടെ കണ്ണുകൾക്ക് നമ്മളെ പറ്റിക്കാൻ കഴിയും, പക്ഷേ തെളിവുകൾക്ക് കഴിയില്ല. ശരി, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഈ ഒരു ചിന്താരീതി, അതായത് എന്തിനും തെളിവ് വേണമെന്നുള്ള ഈ വാശി, എങ്ങനെയാണ് അദ്ദേഹത്തെ തന്റെ കുടുംബത്തിന്റെ ആഗ്രഹങ്ങൾക്ക് എതിരാക്കിയതെന്ന് നോക്കാം. അച്ഛൻ ഗലീലിയോയെ വൈദ്യശാസ്ത്രം പഠിക്കാനായിട്ടാണ് അയച്ചത്. അക്കാലത്ത് അതൊരു വലിയ ജോലിയാണ്, സുരക്ഷിതമായൊരു ഭാവിയുണ്ട്. പക്ഷേ ഗലീലിയോയുടെ മനസ്സ് മുഴുവൻ ശാസ്ത്രത്തിലും കണക്കിലുമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വീട്ടുകാർ അറിയാതെ തന്റെ ഇഷ്ടവിഷയങ്ങൾ പഠിക്കാൻ തുടങ്ങി. ഒടുവിൽ അച്ഛൻ ഇത് കണ്ടുപിടിച്ചു, വഴക്കായി. അപ്പോൾ ഗലീലിയോ തിരിച്ചു ചോദിച്ചത് വളരെ രസകരമായൊരു ചോദ്യമാണ്. എപ്പോഴും സത്യം കണ്ടെത്തണമെന്ന് എന്നെ പഠിപ്പിച്ചത് അച്ഛനല്ലേ? എന്റെ സത്യം ശാസ്ത്രത്തിലാണ്, പിന്നെ ഞാനെന്തിനും മറ്റൊന്ന് പഠിക്കണം? ഇത് കേട്ടപ്പോൾ അച്ഛന് ദേഷ്യമല്ല, അഭിമാനമാണ് തോന്നിയത്. മകന്റെ ആ ചോദ്യം ചെയ്യാനുള്ള കഴിവിൽ അദ്ദേഹം സന്തോഷിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ മനോഭാവം നീ കൈവിടരുത്, എങ്കിലേ നിനക്കൊരു യഥാർത്ഥ ശാസ്ത്രജ്ഞനാകാൻ കഴിയൂ. ഓക്കെ, ഇനി നമുക്ക് ശാസ്ത്രചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു യുറേക്ക നിമിഷത്തിലേക്ക് പോകാം. ഇതിന്റെ തുടക്കം ഒരു പള്ളിയിലെ പ്രഭാഷണത്തിനിടെയാണ്. ഗലീലിയോ പള്ളിയിലെ പ്രഭാഷണം ശ്രദ്ധിക്കാതെ മുകളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അവിടെ ഒരു തൂക്കുവിളക്ക് അങ്ങോട്ടുമിങ്ങോട്ടും ആടുന്നുണ്ടായിരുന്നു. അത് വലിയ ദൂരത്തിലാടിയാലും ചെറിയ ദൂരത്തിലാടിയാലും ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്കെത്താൻ ഏകദേശം ഒരേ സമയം തന്നെ എടുക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അന്നത്തെ കാലത്ത് സമയം നോക്കാൻ വാച്ചൊന്നുമില്ലല്ലോ. അപ്പോൾ ഇതെങ്ങനെ കൃത്യമായി അളക്കും? അവിടെയാണ് ഗലീലിയോയുടെ ബുദ്ധി വീണ്ടും പ്രവർത്തിച്ചത്. അദ്ദേഹം തന്റെ കൈയിലെ നാഡിമിടിപ്പ് ഉപയോഗിച്ച് ആ വിളക്കിന്റെ ആട്ടത്തിന്റെ സമയം അളന്നു. പക്ഷേ ചന്ദ്രന്റെ കാര്യത്തിൽ കണ്ടതുപോലെ വെറുമൊരു തോന്നൽ മാത്രം ഗലീലിയോക്ക് പോരല്ലോ. ഇതിനൊരു ശാസ്ത്രീയമായ തെളിവ് വേണ്ടേ? അതുകൊണ്ട് ഇത് ഉറപ്പിക്കാനായി അദ്ദേഹം പരീക്ഷണങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഒരു പെണ്ടുലത്തിന്റെ ആട്ടത്തിന്റെ സമയത്തെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സ്വാധീനിക്കുക? അതിന്റെ ഭാരമാണോ? അതോ അതാടുന്ന ദൂരമാണോ? അതോ അതിന്റെ ചരടിന്റെ നീളമാണോ? അദ്ദേഹം നേരെ വീട്ടിലേക്കോടി. പലതരം ചരടുകളും ഭാരങ്ങളും എടുത്ത് സ്വന്തമായി പെൻഡുലങ്ങളുണ്ടാക്കി പരീക്ഷണം തുടങ്ങി. ഭാരം കൂട്ടിനോക്കി, കുറച്ചുനോക്കി, ആടുന്ന ദൂരം കൂട്ടിനോക്കി, കുറച്ചുനോക്കി. ഒരു മാറ്റവുമില്ല. അവസാനം ഒരൊറ്റ കാര്യത്തിൽ മാത്രം മാറ്റം കണ്ടു. അതായിരുന്നു ആ കണ്ടെത്തൽ. ഒരു പെൻഡുലത്തിന്റെ ആട്ടസമയത്തെ സ്വാധീനിക്കുന്ന ഒരേയൊരു ഘടകം അതിന്റെ ചരടിന്റെ നീളമാണ്. ഭാരത്തിനോ ആടുന്ന ദൂരത്തിനോ അതിലൊരു പങ്കുമില്ല. ഭൗതികശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന നിയമമായിരുന്നു അത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്കുകളുടെയൊക്കെ അടിസ്ഥാനം ഈ നിയമമാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഇത് വെറുമൊരു പെൻഡുലത്തിന്റെ കഥയല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ ഓരോ കാര്യത്തെയും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുതിയ രീതിയുടെ തുടക്കമായിരുന്നു ഇത്. ചോദ്യം ചോദിക്കുക, പരീക്ഷിക്കുക, അളക്കുക, ഉത്തരം കണ്ടെത്തുക. ഗലീലിയോയെ സംബന്ധിച്ച് നമുക്ക് അളക്കാനോ എണ്ണാനോ കഴിയാത്ത ഒന്നിനും ശാസ്ത്രത്തിൽ സ്ഥാനമില്ലായിരുന്നു. പ്രായോഗികമായി പരീക്ഷിച്ച് തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം വിശ്വസിച്ചുള്ളൂ. ഗണിതശാസ്ത്രത്തെയും പ്രായോഗിക പരീക്ഷണങ്ങളെയും ആദ്യമായി ഒരുമിപ്പിച്ചത് ഗലീലിയോയായിരുന്നു. അതുകൊണ്ടുതന്നെ ആളുകൾ അദ്ദേഹത്തിനൊരു പേരിട്ടു, ഗലീലിയോ ഹിസാബി, അതായത് കണക്കുകൂട്ടുന്ന ഗലീലിയോ. അപ്പോൾ ഗലീലിയോയുടെ യഥാർത്ഥ സംഭാവന
അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ മാത്രമല്ല, ആ കണ്ടെത്തലുകളിലേക്ക് നയിച്ച വഴിയായിരുന്നു എന്തിനേയും ചോദ്യം ചെയ്യാനും പരീക്ഷണം നടത്താനുമുള്ള ധൈര്യം. ആധുനിക ശാസ്ത്രം മുഴുവൻ നിൽക്കുന്നത് ആ അടിത്തറയിലാണ്. അപ്പോൾ അവസാനമൊരു ചോദ്യം. ഗലീലിയോയുടെ ഈ കഥ നമ്മളെല്ലാവർക്കുമുള്ള ഒരു വെല്ലുവിളിയാണ്. കാലങ്ങളായി നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന, പക്ഷെ ഒരിക്കൽ പോലും എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കാത്ത എത്ര കാര്യങ്ങളുണ്ടാവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ.